നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. റിയാദിൽ അനധികൃത ടാക്സികൾക്കെതിരെ പരിശോധന ശക്തമാക്കിയതോടെ നിരവധി പേർക്ക് പിടിവീണു. റമദാനിലെ ആദ്യ 8 ദിവസത്തിനുള്ളിൽ 400-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. പിടിയിലാകുന്നവർക്ക് 5000 റിയാൽ പിഴ ചുമത്തും. പരിശോധന വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് ഗതാഗത അതോറിറ്റി അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയം, പിൽഗ്രിം എക്സ്പീരിയൻസ് പ്രോഗ്രാം, പബ്ലിക് പ്രോസിക്യൂഷൻ, ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ, എയർപോർട്ട് ഹോൾഡിംഗ് കമ്പനി എന്നിവയുമായി സഹകരിച്ചാണ് ഗതാഗത അതോറിറ്റി പ്രത്യേക ക്യാമ്പയിന് തുടക്കമിട്ടത്. തിങ്കളാഴ്ച വരെ സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഴയും തുടരുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസിന്റെ അറിയിപ്പ്. മോശം കാലാവസ്ഥയിൽ ജാഗ്രത പാലിക്കണമെന്ന് ഡയറക്ടറേറ്റ് പൊതുജനങ്ങളെ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയണമെന്നും ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റഷ്യയിലെ ക്രോക്കസ് സിറ്റി ഹാൾ മാളിൽ നടന്ന ഭീകരാക്രമണത്തെ സൗദി വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. വേദനാജനകമായ ഈ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളോടും റഷ്യൻ സർക്കാരിനോടും ജനങ്ങളോടും സൗദി ആത്മാർത്ഥമായ അനുശോചനവും ദുഃഖവും അറിയിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. എല്ലാത്തരം തീവ്രവാദത്തെയും ഭീകരതയും ചെറുക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു. ദുബായിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന സൈക്കിളുകളെയും ഈ സ്കൂട്ടറുകളെയും ഇനി നിരീക്ഷിക്കുന്നത് AI റോബോട്ട്. പാതകളിലെ നിയമലംഘനങ്ങൾ പഠിക്കുന്നതിനായി ജുമേറ ബീച്ചിലാണ് റോബോട്ട് ഇറങ്ങിയത്. ജുമേറ ബീച്ചിലെ നടപ്പാതയിൽ കറങ്ങിയാണ് റോബോട്ട്. സൈക്ലിംഗ്, സ്കൂട്ടർ എന്നിവ നിരീക്ഷിക്കും. നിയമലംഘനമുണ്ടായാൽ AI ബുദ്ധി ഉണരും. ക്യാമറകൾ കൊണ്ട് നിരീക്ഷിക്കും. നിയമലംഘനങ്ങളുടെ ചിത്രങ്ങളും എടുക്കും. ആദ്യഘട്ടത്തിൽ പഠന ആവശ്യത്തിനാണ് റോബോട്ടിന്റെ സേവനം. കുവൈത്തിൽ സ്വദേശികൾക്കും പ്രവാസികൾക്കും ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള സമയം ഇനി 2 മാസം കൂടി മാത്രം. ജൂൺ 1 മുമ്പ് എല്ലാവരും രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഈ കാലാവധിക്കുള്ളിൽ നടപടി പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരുടെ എല്ലാ സർക്കാർ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അധികൃതർ അറിയിച്ചു. മാർച്ച് 1 മുതൽ 3 മാസത്തിനുള്ളിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ നേരത്തെ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. താഴ്ന്നു കിടന്ന ട്രാഫിക് സിഗ്നൽ ശരിയാക്കാൻ സമയോചിതമായി ഇടപെട്ട ദുബൈയിലെ ഫുഡ് ഡെലിവറി ജീവനക്കാരന് ദുബൈ RTA ആദരവ്. പാകിസ്ഥാനിയായ സീഷാൻ അഹമ്മദ് ഇർഷാദിനെയാണ് RTA ആദരിച്ചത്. യാത്രയ്ക്കിടെ ട്രാഫിക് ലൈറ്റിന്റെ ഒരു ഭാഗം അപകടകരമായി തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ഉടൻ തന്നെ മോട്ടോർ ബൈക്ക് റോഡരികിൽ നിർത്തി ട്രാഫിക് ലൈറ്റ് നന്നാക്കിയായിരുന്നു. ഇതിന്റെ വീഡിയോ വൈറലാവുകയും ചെയ്തു. കുവൈറ്റിൽ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും അയച്ചു നൽകിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി. ക്രിമിനൽ കോടതിയാണ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. അധാർമികതയ്ക്ക് പ്രേരണ, ദുഷ്പ്രവൃത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ഇൻഫ്ലുവൻസർക്കെതിരെ കോടതി ചുമത്തിയത്. പ്രതി പരാതിക്കാരന് വാട്സപ്പ് വഴി അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും അയച്ചു നൽകുകയായിരുന്നു. ഇതോടെ പരാതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ എയർലൈനായ ആകാശ എയറിന് സൗദി അറേബ്യയിലെ ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്കും കുവൈറ്റിലേക്കും സർവീസിന് അനുമതി. മിഡിൽ ഈസ്റ്റ് സെക്ടറിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അടുത്തയാഴ്ച മുതൽ ദോഹയിലേക്ക് സർവീസ് നടത്തുമെന്ന് നേരത്തെ തന്നെ കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. ഷാർജ അൽ ഹംറിയ ഫ്രീ സോണിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ വെയർഹൌസ് കത്തി നശിച്ചു. ആർക്കും പരിക്കില്ല. ബാഗുകൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക്കും മറ്റും സൂക്ഷിച്ച വെയർഹൌസിൽ രാത്രി 11:50 തീപിടുത്തം. വെയർഹൌസ് പൂർണ്ണമായും കത്തി നശിച്ചു. 2 ഫയർ സ്റ്റേഷനുകളിലെ അഗ്നിശമന സേനാംഗങ്ങൾ 20 മിനിറ്റിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കി. പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു. തിരുവനന്തപുരം വെമ്പായം ശ്രീജ ഭവനിൽ ശ്രീജിത്താണ് ഇസ്കയിൽ കഴിഞ്ഞ ദിവസം മരിച്ചത്. 43 വയസ്സായിരുന്നു. ഇസ്കെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.